ചിലയിടത്തെല്ലാം കയറി ഇങ്ങനെ മുട്ടയിട്ട് കിടക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരനാണ്. കാണുന്നതെല്ലാം ഒരു പൊയ്മുഖവും ഉള്ള് സ്ത്രീതൽപരനാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ നിങ്ങളുടെ ചില ന്യൂസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഒരു കാര്യമുണ്ട്, പൊതുപ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒരു സ്വഭാവശുദ്ധി ജീവിതത്തിൽ അനിവാര്യമാണ്. അത് ജനങ്ങളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പണ്ടത്തെ കാലമല്ല, ഇന്ന് വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ സ്വഭാവശുദ്ധി എന്ന് പറയുന്ന പൊതുപ്രവർത്തനത്തിൽ ഒരു മാനദണ്ഡമായി ഉണ്ടാകുന്നത് ജനപ്രീതി നേടാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ആ സ്വഭാവശുദ്ധി ഇല്ലാത്തവനെ ജനം അങ്ങേറ്റം വെറുക്കും എന്നുള്ളത് മാങ്കൂട്ടത്തിൻ്റെ തന്നെ തെളിവ്. കാരണം വലിയ കൊമ്പനായിട്ട് വലിയ കൊമ്പനാനെ കൊണ്ട് കുലുക്കി നിന്ന ആളല്ലേ, 2 കൊമ്പ് ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഇപ്പോൾ ഒരു കിടക്കല്ലേ നിലത്ത്. ഇപ്പോൾ MLA സ്ഥാനം വരെ ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിയില്ലേ പെൺവിഷയമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇതൊന്നും ശരിയില്ല. ആ ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ പെൺവിഷയം ഒരുപാട് പെണ്ണുങ്ങളുമായിട്ടുള്ള വിഷയങ്ങളുണ്ടെന്ന് പലരും പറയുന്നു. എനിക്കൊന്നും അറിയില്ല, പറയുന്നു. ഏതായാലും ആ ആളെപ്പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ ഇത്തിരി ഇല്ലാതെ ഒത്തിരി നാറത്തില്ലല്ലോ. ഇതൊന്നും ഒരു പൊതുപ്രവർത്തകന് ചേർന്ന ശൈലിയല്ല, നല്ലതല്ല, കോൺഗ്രസ് സംസ്കാരത്തിന് ഒട്ടും ചേർന്നതല്ല. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടാണോ നേരിട്ട് കാണാനൊരു അവസരം ചോദിച്ചിട്ട് അതുപോലും നൽകാത്തൊരു സാഹചര്യം ഉണ്ടായത്? ആരോട്? രാഹുൽ തെരഞ്ഞെടുപ്പിന് മുന്നേറ്റ് കാണാനൊരു ശ്രമം നടത്തി എന്നോട് ചോദിച്ചിട്ടില്ല. അതൊക്കെ പറയണതല്ലേ, അതൊക്കെ അത് രാഷ്ട്രീയക്കാരല്ലേ. ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ കാണാൻ ഒക്കത്തില്ലെന്ന് പറയുന്ന ഒരു ധിക്കാരം എനിക്കില്ല. അത് അങ്ങനെ ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാരല്ല, അവർക്ക് എപ്പോഴും വരാൻ പോകാം. പക്ഷേ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ ഒരു നിലപാടിൽ മാറ്റം വരും. നിലപാടുള്ള കാര്യം പറയും. ആരെങ്കിലും വരികയാണോ എന്ന് പറഞ്ഞാൽ വരണ്ട എന്ന് ഒരാളുടെ ഈയിടെ പറയേണ്ടി വന്നുപോയി. ഒരാൾ സതീശൻ വരാമെന്ന് പറഞ്ഞ് ഒരു ദിവസം കല്യാണപ്പാട്ടി വെച്ച് കാണണം നമുക്കൊക്കെ ഒന്ന് പറഞ്ഞ് വന്നു. അയാൾ വന്നതിനടുക്ക് പറഞ്ഞു ശരി, അടുത്ത ദിവസം വന്നു. ഇല്ല, അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് എന്നെ 2 ചീത്ത പറഞ്ഞു, അവനെ താൻ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അതിലെ മലപ്പുറംകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ്. പുള്ളി ഗതികേട് കൊണ്ട് ആണ് പുള്ളി പറയണത്. എന്നാലും അയാളത് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ കയറ്റണം ശരിയാണ്. അത് ശരിയല്ല, അത് നല്ലൊരു മെസ്സേജ് അല്ല. അത്രയേ ഉള്ളൂ. എനിക്ക് രാഷ്ട്രീയത്തിൽ ആരോടും എന്താ വിരോധം? നമ്മുടെ ഇഷ്യൂ ബേസിൽ അഭിപ്രായം പറയും. ആ അഭിപ്രായം പറയുന്നത് അത് ഞാനിരിക്കുന്ന കസേരയുള്ള നീതിയാണ് ഞാൻ പറയണത്. എനിക്ക് ഒത്തു പറയേണ്ടത് എനിക്ക് മറ്റൊരു കസേരയുടെ താല്പര്യമില്ല മിസ്റ്ററെ. രാഷ്ട്രീയക്കാർക്ക് പറയാനൊക്കെ പലതും, രാഷ്ട്രീയക്കാർക്ക് പറയാനൊക്കാത്ത പലതും ഞാൻ പറയും. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട്. അവർക്ക് വോട്ടാണ് നോട്ടം, എനിക്ക് വോട്ട് നോട്ടമില്ല. എനിക്കിവിടെ സത്യവും നീതിയും ധർമ്മവും സാമൂഹ്യ നീതിയാണ് ഇവിടെ വേണ്ടത്. അത് നടപ്പാക്കാൻ ഞാൻ പറയും. ഈ യോഗം ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം നടക്കുന്ന ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് എനിക്കെതിരെ എതിർപ്പൊക്കെ ഉയർത്തുന്നവർ VS അച്യുതാനന്ദൻ അനുസ്മരണം, സാനു അനുസ്മരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നത് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? ഞാൻ അറിഞ്ഞിരുന്നു. ആ പാവം പിടിച്ച ആ കോർപ്പറേഷൻ മേയർക്ക് എതിരായിട്ട് കേസ് കൊടുത്ത് ഇതൊക്കെയല്ലേ ഞാൻ പറയുന്നത്. ഇതുപോലുള്ള കൊല്ലം കുത്തിയ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നിങ്ങൾ ഇത്രയും കൊല്ലമായല്ലോ, ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ആർക്കെന്ന് കുറേ കാശ് മേടിച്ചിട്ട് ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണിച്ച് അത് ചിലവഴിച്ച് കാശടിക്കാമല്ലോ അയാൾക്ക് ആരായാലും. അതല്ലാതെ എന്ത് പ്രതിഫലം ഒരു ജനങ്ങളിലുണ്ടാകാനത്തു? ഇവർക്ക് എന്ത് റിസൾട്ടുണ്ട്? വേണ്ട, കേരളത്തിൽ ഇത്ര യൂണിയൻ ഉണ്ടല്ലോ, 10 യൂണിയനെങ്കിലും അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ ജനത്തിൻ്റെ കൂടെ കിടക്കുന്നതായിരുന്നു. വേണ്ട, ഒരു 50 ശാഖ, ഏതാണ്ട് 7000-ന് മേൽ ശാഖയുണ്ട്. 50 ശാഖയെങ്കിലും ഇവർക്ക് അനുകൂലമായി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ?